ഹലോ, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ഫ്രം വിയന്ന. ഞങ്ങളുടെ ഈ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു, നല്ല തണുപ്പാണ് ഇവിടെ. പക്ഷെ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റും നല്ലൊരു കുളിർമയുള്ള ക്ലൈമറ്റാണ്. രാവിലെ ആരും എഴുന്നേറ്റിട്ടില്ല. പുറത്തൊക്കെ കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത്. കാരണം തണുത്ത കാറ്റ് ചെവിയിലേക്കും കഴുത്തിലേക്കും കടിക്കുമ്പോൾ പെട്ടെന്ന് അസുഖം വരുമല്ലോ. നമ്മൾ ഇന്നലെ വന്ന വഴികളൊക്കെ തന്നെ ഓൾഡ് ബിൽഡിങ്സ്, എല്ലാവരും ബാക്കിൽ കൂടെ പോകുന്നു ഓരോ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഒരു 4 നില താഴെ വന്നിരിക്കുകയാണ്. ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ഈ മെട്രോ ഓടുന്നത്. പക്ഷെ ഇവിടെ കാണുന്നൊരു ജസ്റ്റ് ചെറിയ ചെറിയ പ്രത്യേകതകൾ, വലിയൊരു ഫാനാണ്. കണ്ടു, മേളീന്ന് മുതൽ ഇങ്ങനെ ഫാനിൻ്റെ സംഭവം തൂങ്ങിക്കിടന്നിട്ട് ഇവിടെയാണ് ഫാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലീഫിന് ഒരു പ്രത്യേക പൂക്കളുടെ പോലെയാണ് ലീഫിൻ ആ ഡിസൈൻ. പിന്നെ ഇവിടെ ഒരു കാറോടെ ഹാങ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഫിയറ്റാണ്, നമ്മുടെ ഇന്ത്യയിലെ ഫിയറ്റിൻ്റെ ഷേപ്പുള്ള കാറാണ്. അതിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകതയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ആക്ച്വലി U3 സിമ്മറിങ് എഴുതിയിട്ടുണ്ട്. ഇതാണോ പേരെന്ന് അറിയില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന U3 സിമ്മറിങ് ആണ്. അധികം ആളുകളില്ല ഈ സ്റ്റേഷനിൽ. ഇനിയിപ്പോൾ മെയിൻ സ്റ്റേഷൻ ആവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ ചെറുത രീതിയിൽ വരുന്നുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വിയന്നയുടെ ഹൃദയമാണ്. വിയന്നയുടെ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും സെൻട്രലിലുള്ള ഒരു ഏരിയയാണ് സ്റ്റീഫൻസ് പ്ലാസ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കത്തീഡ്രലുകളിൽ ഒന്നാണിത്. ഇവിടുത്തെ വാസ്തുവിദ്യ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഗോഥിക്കൻ ശൈലിയിലുള്ള ഈ കത്തീഡ്രൽ നിർമ്മിച്ചത് 12ാം നൂറ്റാണ്ടിലാണെന്നാണ് വിശ്വാസം. 20,000 കിലോയുള്ള വലിയൊരു ബെല്ലും ഗോതിക് ശൈലിയുള്ള നിരവധി ശില്പങ്ങളുമാണ് ഈ കത്തീഡ്രലിൻ്റെ പ്രധാന ആകർഷണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കത്തീഡ്രലിന് ചുറ്റും വീടുകളായിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിലെ ഒരു ചെറിയ തീപിടുത്തത്തിൽ അതെല്ലാം നശിച്ചുപോയി. കത്തീഡ്രൽ പുതുക്കി പണിതപ്പോൾ ആധുനിക കാലത്തിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ കത്തീഡ്രലിനകത്ത് മധ്യകാല വാസ്തുവിദ്യയും ആധുനിക വാസ്തുവിദ്യയും ഉണ്ട്. എന്താണ് 2,30,000 മോൾഡ് ഷൈനിങ് ടൈൽസ് ഉണ്ട് റൂഫ് പണിത്. പിന്നെ ഇതിന്റെ ഉള്ളില് 20,000 കിലോയുടെ ഒരു ബെല്ലിട്ട്. ബെല്ല് 20,000 കിലോ ബെല്ല്. 20,000. You just think like how they put those bell in that time. അതന്നെ, അത്രയും വെയിറ്റ് ഉള്ള സംഭവം. 1100 is that. അതെ. ഹാർട്ട് ഓഫ് വിയന്നയിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആണിത്. ഒരുപാട് സഞ്ചാരികൾ ഇപ്പോഴും തന്നെ ഇവിടെ ഉണ്ട്. ചൈനീസുകളും ഇന്ത്യൻസും എല്ലാമായിട്ട് റഷ്യൻസൊക്കെ ഉണ്ട്. ചുറ്റും നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. പച്ച കളർ റൂഫൊക്കെയാണ് അവിടെ കാണുന്നത്. അതിൽ കുറെ പക്ഷികളുടെ ചെറിയ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. വാവ്, സൂപ്പർ. ദേവരുടെ ഫോട്ടോഷൂട്ടിന് ഇവിടെ നിൽക്കുന്നുണ്ട്. സുജിത്താണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇത് പള്ളിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സുവനീർ ഷോപ്പാണ്. നമുക്ക് ആവശ്യമുള്ള സുവനീറെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാം. പള്ളിയുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോസും പിന്നെ അവിടുത്തെ പ്രതിഷ്ഠകളും, കുറേ വിയന്നയുടെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്, ലോക്കറ്റ്,
എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പലതരത്തിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഞങ്ങളില്ലേ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ആളുകൾ കൂടിയിട്ടോ, തണുപ്പും കൂടിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റാ. ഇനി ഒച്ചയിൽ സംസാരിക്കാം. അകത്ത് പ്രയർ നടക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അധികം വർത്താനം പറയാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് ചോക്ലേറ്റ് ഷോപ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ ഒന്നും ആരെയും കാണുന്നില്ല. ഇതൊരു ഓൾഡ് ഏജ് ഗ്രൂപ്പാന്ന് തോന്നുന്നു. എല്ലാവരും കുറച്ച് പ്രായമുള്ളവരാണ്. അവരവരുടെ ലൈഫ്, റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാണ്. ദൈവമേ, എൻ്റെ കൂടെ വന്ന മനുഷ്യരൊക്കെ അവിടെ പോയി. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ രണ്ട് കുതിരവണ്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഓരോന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിദേശികളെ, നമ്മളെ സഞ്ചാരികളെ ഒന്ന് ചുറ്റിക്കറക്കാനായിട്ടുള്ള ഒരു കുതിരവണ്ടിയാണ്. പണ്ടത്തെ സിനിമയിലൊക്കെ, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടല്ലോ, രാജാവിനെയും അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരുടെയൊക്കെ കഥ പറയുന്ന സിനിമയിലൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരിതുപോലെ ഉള്ള ഒരു കുതിര സവാരിയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കത്തിപ്പോയാണോ ഫയർ ആക്സിഡന്റ്? എന്നായിരുന്നു ഫയർ ആക്സിഡന്റ്? 1945. പിന്നെ അവര് എല്ലാം റീകൺസ്ട്രക്ട് ചെയ്തോ? ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് ചർച്ചിന്റെ ബാക്ക് സൈഡ്. നമ്മൾ ബാക്ക് സൈഡിൽ റൗണ്ട് ചെയ്യാണ് ചർച്ചിലേക്ക്. ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും. There was a group, nobody could walk, but still they're in a group. Yes. ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരിങ്ങനെ പുരാതന, ഇത്രയും വർഷങ്ങൾക്ക് മുന്നം ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പള്ളികളുണ്ട്. പള്ളിയിലെ മാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത ആ ഒരു വലിയ നല്ല വലിപ്പമുള്ള ഒരു ബെല്ല് അകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബെല്ലിന്റെ സൗണ്ട് ആണോന്ന് അറിയില്ല. ഇതിന്റെ ബാക്കിലൊക്കെ കുറെ ഛായാചിത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പണ്ടുകാലത്ത് വരച്ചതാണ്. യേശുവിന്റെ ജീവിതത്തിലെ പല പല നിമിഷങ്ങളാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ കുറെയൊക്കെ പോയിട്ടോ. കോൺക്രീറ്റ് ആണ്, പക്ഷെ അതിൽ കോൺക്രീറ്റിന്റെ അടർന്ന് വീണ അതിൽ കുറെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ കൂടിക്കൂടി വരികയാണ്. സമയം ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കായി തുടങ്ങി. ഉണ്ടോ, നമ്മൾ പള്ളിയിൽ ആദ്യ സമയത്ത് വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ രാവിലെ തന്നെ വന്നിരുന്ന് സിഗരറ്റ് വലിക്കും, ചായ കുടിക്കും, ബൺ കഴിക്കും, എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷെ നല്ല റഷാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയാണോ ഇവരുടെ കൾച്ചർ എന്നറിയില്ല, അതോ ടൂറിസ്റ്റുകളാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാ സ്ഥലത്തും ആളുകളുണ്ട്. എല്ലാവരും എന്തൊക്കെയോ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വെയിൽ ചൂടുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് ഇവർക്ക് വെയിലത്തിരിക്കാനാണ് താല്പര്യം. അകത്ത് അധികം ആരുമില്ല. ഈ പുറത്തുള്ള സീറ്റുകളാണ് എല്ലാം ഫില്ലായിട്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം കണ്ട് ഫോട്ടോസ് എടുത്ത് വരികയാണ്. ഈ ഒരു ഏരിയയിൽ ഫുൾ ബ്രാൻഡഡ് ഷോപ്സ് ആണ്. ഇതാ നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗായ ലൂയി വിത്തോൺ ബാഗ്സിന്റെ ഷോപ്പാണ്. പക്ഷെ അത് തുറന്നിട്ടില്ല. ഇത്രയും വലിയൊരു ഷോപ്പാണ്, വലിയ ബിൽഡിംഗ്. അതിന് മുകളിൽ വരെയാണ് അതിൻ്റെ എംബ്ലം ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഷനേൽ ഷോപ്പ്. അടുത്തത് ക്രിസ്ത്യൻ ഡയർ. അങ്ങനെ ഒരുപാട് ബാഗ്സിൻ്റെയും വാച്ചസിൻ്റെയും ബ്രാൻഡഡ് സംഭവങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഏരിയ ആണ് ഈ ഒരു സ്ട്രീറ്റ്.
പക്ഷെ അകത്തൊന്നും ആരുമില്ല, എല്ലാവരും പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ. കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ എല്ലാ ബാഗുകളും. എന്തായാലും ലൂയി വിത്തോന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് സമാധാനപ്പെട്ടുകൊണ്ട് വീട്ടിലോട്ട് പോവുക. ഇതെല്ലാം സ്റ്റീഫൻസ് പ്ലാസയുടെ ചുറ്റുപാടുമുള്ള ബ്രാൻഡഡ് ഷോപ്സാണ്. 19-ാം നൂറ്റാണ്ടിൽ ഈ ഏരിയ എല്ലാം വീടുകളായിരുന്നു. എന്നാൽ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രാൻഡ്സ്റ്റാറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം പൊളിച്ചു മാറ്റി. അതിനുശേഷം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പ്രദേശമാക്കി മാറ്റി ഈ ഏരിയ. അങ്ങനെയാണ് സ്റ്റീഫൻ പ്ലാസ ഇത്രയും വിശാലമായ ഏരിയ ആയത്. ഇതൊരു ബിൽഡിംഗ് അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്ങുകളാണ്. ഇതെല്ലാം ഈ സ്ട്രീറ്റിൻ്റെ ഭാഗമാണ്. കത്തീഡ്രലിൽ തുടങ്ങുന്ന ഈ വഴി അവസാനിക്കുന്നത് മറ്റ് പല പാലസുകളുടെയും മുന്നിലാണ്. അങ്ങനെ കത്തീഡ്രലും പാലസും എല്ലാം കണ്ടുകണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് നല്ലൊരു ദൃശ്യാനുഭവം ആയിരിക്കുമെന്നതിനുള്ള യാതൊരു തർക്കവുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പണിത ഈ കെട്ടിടങ്ങളെല്ലാം ഇപ്പോഴും സംരക്ഷിക്കുന്നതിലാണ് യൂറോപ്യൻസ് വിജയിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതെല്ലാം ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. വിയന്നയിലെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലാണ്. കീപ് വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.